നമസ്കാരം. അപ്പോൾ സന്തോഷാറിന്റെ കഥകൾ കൂടുതലായും വന്നിട്ടുള്ളത് വിശപ്പ് എന്നുള്ളൊരു വലിയ വിഷയം വന്നിട്ടുണ്ട്. ഇതിപ്പോ ബിരിയാണിയിൽ നിന്ന് നമ്മുടെ ചിൽഡ് ബിയറിലേക്ക് എത്തുമ്പോൾ രണ്ടിന്റെയും പശ്ചാത്തലം വേറിട്ടതാവും. പക്ഷെ അവിടെ രണ്ട് പശ്ചാത്തലം മാറുമ്പോഴും വിശപ്പ് എന്നത് വലിയൊരു വിഷയമായിട്ട് അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് വിശപ്പും ഭക്ഷണവും നമ്മുടെ സമരത്തിന്റെ ഒക്കെ ഭാഗമായിരുന്നു. പക്ഷെ ഇപ്പോ അത് നമ്മുടെ ഭക്ഷണം എന്നുള്ളത് പൂർണ്ണമായും വാണിജ്യവൽക്കരിക്കപ്പെട്ട, നമ്മുടെ നാട്ടിൽ പോലും വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത്. അപ്പൊ ആ പശ്ചാത്തലം നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ പാഹർ ആ കഥയില് മരിച്ചു വീഴുന്നത് ഭക്ഷണ മത്സരത്തില്, ഒരു അന്താരാഷ്ട്ര ഭക്ഷണ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിയായ സമയത്താണ്. അപ്പോഴും എക്സ്ട്രീം മാൽന്യൂട്രീഷൻ എന്നാണ് അതിന്റെ കാരണം പറയുന്നത്. അപ്പോ ആ ഒരു വിഷയത്തില് ഇത് വലിയ വൈരുദ്ധ്യമായിട്ടല്ലേ കാണുന്നത്. ആ ഒരു കാലത്ത് വലിയ പട്ടിണിയുടെ ഒരു ഇത് വരുമ്പോഴും ഇത് വലിയൊരു ഭക്ഷണ മത്സരത്തിൽ വിജയിയായിരിക്കുമ്പോഴും മരിച്ചു വീഴുന്നു. ഈ ഇതിലുള്ള വൈരുദ്ധ്യം അതിനെപ്പറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോ പിന്നെ ഈ ഭക്ഷണത്തിനെ കുറിച്ചിട്ട് ഈ ദാരിദ്ര്യത്തെ കുറിച്ചിട്ട് നമ്മുടെ കാലാകാലങ്ങളിലായിട്ട് മലയാളത്തിൽ ഇഷ്ടംപോലെ കഥകൾ, പൊതിച്ചോറ് പോലുള്ള ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ സാമൂഹികമായ ചുറ്റുപാടുകളാണ് ആ ദാരിദ്ര്യത്തെ നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയല്ല അതിനുശേഷം വന്നിരിക്കുന്ന ദാരിദ്ര്യം. കേരളത്തിൽ ഈ പറയുന്ന പോലെ ദാരിദ്ര്യം ഇപ്പോൾ പൊതിച്ചോറിൻ്റെ കാലഘട്ടത്തിലെ ദാരിദ്ര്യം കേരളത്തിലില്ല. മറിച്ച് കേരളം അതിൽ നിന്നൊക്കെ വളരെയധികം വിമുക്തമായി കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു പട്ടിണി തന്നെ കേരളത്തിൽ ഇല്ല എന്ന് പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി എന്ന് പറയുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. കാരണം അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഞാൻ ബിരിയാണി എഴുതുമ്പോൾ വരുന്ന ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കയറ്റി അയക്കപ്പെടുന്ന ദാരിദ്ര്യമാണ്. കേരളത്തിൻ്റെ അവസ്ഥ പോലെയല്ല ഇന്ത്യൻ അവസ്ഥ. അപ്പോൾ അവിടുന്ന് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ദാരിദ്ര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ദാരിദ്ര്യം പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ആസാം പണിക്കാരിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് ആസാമിൻ്റെ തേയിലത്തോട്ടങ്ങളിലേക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ തൊഴിലാളി വർഗവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് മഹാരോഗങ്ങളുമായിട്ട് തിരിച്ചു വന്ന ഒരു സാധ്യത നമ്മൾ ആസാം പണിക്കാരിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെയുണ്ട്, മറ്റേ നോർത്ത് ഇന്ത്യൻ ഇതിലുണ്ട്. അപ്പോൾ ആ പട്ടിണി നമ്മുടെ കേരളത്തിലേക്ക് കയറ്റി അയക്കുകയാണ്. അത്തരത്തിലെ ആൾക്കാർ ഇങ്ങോട്ട് വരികയും അവരുടെ ജീവിതാവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ പട്ടിണി ഏകദേശം ഇവിടെ വന്ന ആൾക്കാർ ഒരു നല്ല ജീവിതാവസ്ഥയിലേക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. 10-15,000 കോടി രൂപ ആണ് ഒരു 4-5 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് എങ്ങോട്ട് നോർത്ത് ഇന്ത്യൻ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്ന, ഞാനിപ്പോൾ പാഹറിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ, ചിൽഡ് ബിയറിലേക്ക് വരുമ്പോൾ, അത് മറ്റേ ഇപ്പോൾ ബിരിയാണിയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഒരു കാർഷിക സംസ്കൃതിക്ക് ഉണ്ടാകുന്ന തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പട്ടിണിയെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്നിരിക്കുന്നത് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പട്ടിണിയെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. അത് എങ്ങനെ സാധാരണ സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളത് പാഹർ എന്നൊരു വ്യക്തിയായിട്ട് നമുക്ക് കാണാണ്ടിരിക്കുക, മറിച്ച് ഇവിടെ ഭക്ഷണത്തിൻ്റെ ധാരാളിത്തം എന്ന് പറയുന്ന ഒരു മായികമായ ലോകം, ഇവിടെ സമ്പന്നതയുടെ, അതായത് നമ്മൾ വളർച്ചയുടെ ഒരു മായിക ലോകം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 7% വളർച്ച ഇന്ത്യൻ സാമ്പത്തികാവസ്ഥ ത്വരിതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അത് കോർപ്പറേറ്റുകളുടെ വളർച്ച മാത്രമാണ്. അതൊരിക്കലും സാധാരണക്കാരൻ്റെ വളർച്ചയാവുന്നില്ല. അങ്ങനെ സാധാരണക്കാരൻ്റെ വളർച്ചയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ 25% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 25% ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് നമുക്ക് കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രതിനിധിയായിട്ട് നമ്മൾ പാഹറിനെ കാണേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ആ കഥ
വായിക്കേണ്ടത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ എക്സ്ട്രീമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരു വിഭാഗം അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കാനിബോൾസ് പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ മറ്റ് മാംസങ്ങളൊക്കെ ഭുജിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനപ്പുറത്ത് എന്ത്, അതായത് ആനന്ദത്തിൻ്റെ ഒരു എക്സ്റ്റസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ, അതായത് അവനവൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീമിലേക്ക് പോവാനും മടിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ്, ഒരു വിഭാഗത്തിൻ്റെ ചിത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ യഥാർത്ഥത്തിൽ അത് ഒരു ടൂറിസ്റ്റുകൾ വന്നിട്ട് അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, അത് നമ്മളൊരു ഇന്ത്യൻ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവരൊക്കെ തന്നെയും കോർപ്പറേറ്റിൻ്റെ ഭാഗങ്ങളാണ്. ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ, ഒരു മുതലാളിത്തത്തിൻ്റെ ഒരു പ്രതിനിധികളായിട്ടാണ് നമ്മൾ ആ പാം റിസോർട്ടിനെയും അതേസമയത്ത് തന്നെ അവിടത്തേക്ക് ഈ വിനോദം ആസ്വദിക്കാൻ വേണ്ടി വരുന്ന വിഭാഗത്തെയും കാണേണ്ടത്. അതിൻ്റെ ഇടയിൽ ചതഞ്ഞരഞ്ഞു പോകുന്ന ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ പാഹറിനെ കാണേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ അവർ തിന്നുകൊണ്ടിരിക്കുന്നത് ആരെ തന്നെയാണ്? ഈ പാഹറിനെ തന്നെയാണ്. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഒരു 25% ദാരിദ്ര്യക്ക് താഴെ കിടക്കുന്ന 25%-നെയാണ് ആര് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ അവിടെ വന്നിരിക്കുന്ന ഈ ഒരു വരേണ്യവർഗം, അതായത് സാമ്പത്തിക വരേണ്യവർഗം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ വേണം നമുക്കത് വായിക്കാൻ വേണ്ടിയിട്ട്. വിദ്യാലയം അറിവ് തരുന്ന സ്ഥലമല്ല, ചോറ് തരുന്ന സ്ഥലമാണെന്ന പാഠത്തിന്റെ വാചകം വളരെ പ്രസക്തമാണ്. വിശക്കുന്നവന് അക്ഷരത്തെക്കാൾ വലുത് അന്നമാണ് എന്ന ഈ സത്യം പൊതുവിൽ നമ്മളെ വിദ്യാഭ്യാസ രീതികളെ അല്ലെങ്കിൽ ആ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി ആണോ ഇതിൽ ഉന്നയിക്കുന്നത്? അല്ല, ഈ പാഹറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. നമുക്കിപ്പോൾ അറിയാം. പിന്നെ ബംഗാളിൽ ഞാൻ പോയ സമയത്ത് സഗ്ദ എന്ന് പറയുന്ന സ്ഥലം, ഈ സഗ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഞാൻ സ്കൂളിലെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകന്മാരൊക്കെ വരുന്നത് 10 മണിയാകുമ്പോൾ വരും. വിദ്യാർത്ഥികൾ വരുന്നത് 11 മണിയാകുമ്പോഴാണ്. വന്നിട്ട് ഈ അധ്യാപകർ വന്നിട്ട് ചോറ് ഉണ്ടാക്കും. പിന്നെ അവിടെ ചോറുണ്ടാക്കി ഒരു കറിയും പയറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും. ആ കറി ഉണ്ടാക്കുമ്പോഴേക്കും ആര് വരും? ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ വരും. വിദ്യാർത്ഥികൾ അവിടെ വരുന്നത് തന്നെ ഈ ചോറ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അവരെ വീട്ടിൽ കഴിക്കാനുള്ള ഭക്ഷണമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ആ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഭക്ഷണം അവരുടെ പാത്രത്തിലാക്കിയിട്ട് അവർ തിരിച്ച് എങ്ങോട്ട് പോകുന്നു? വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്തിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക്, അതായത് വിദ്യാഭ്യാസത്തിലൂടെ അന്നം നേടാനുള്ള ഒരു സാഹചര്യം ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ എഡ്യൂക്കേഷനിലൂടെ സാധിക്കേണ്ടത്. പക്ഷേ ഇന്ന് അതിനുള്ളൊരു സാഹചര്യം ഇല്ല. കാരണം ഓൾറെഡി എഡ്യൂക്കേഷൻ തന്നെ ഇല്ല. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു? ഭക്ഷണം കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് അധപ്പതിച്ചു പോകുന്നു എന്നുള്ളതാണ് വലിയൊരു സത്യം. അപ്പോൾ ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ നേരത്തെ സ്പീച്ചിലും പറഞ്ഞു, നമ്മുടെ കേരളത്തിന് പുറത്തു പോയാൽ ഈ നാഗരികതയുടെ ഒരു പുറത്തേക്ക് പോയാൽ ഈ വികസനം എന്ന് പറയുന്നത് എവിടെയും കാണുന്നില്ല. എല്ലായിടത്തും പട്ടിണി ഈ കാഴ്ചകൾ സന്തോഷമായിട്ട് അത്രത്തോളം ഈ കഥയും ബന്ധപ്പെട്ട് ചെല്ലുപേരുന്ന കഥയുമായി ബന്ധപ്പെട്ടിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ, എല്ലാ ഗ്രാമങ്ങളിലും അല്ല, ഞാൻ ഒരു അത്യാവശ്യം ഗ്രാമങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആ പോയപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമ്പത്തിക അന്തരീക്ഷമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം അവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അതിഭീകരമാണ്. കേരളത്തിൽ നമ്മൾ അത്രയൊന്നും അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അവിടെ ഒരു വിഭാഗം വളരെ സമ്പന്നരാണ്, പക്ഷെ അതേസമയത്ത് തന്നെ മറ്റൊരു വിഭാഗം, ഇങ്ങനെ 2 വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ജാതീയത, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്കും അമ്പലങ്ങളിലേക്കും ദൈവത്തിൻ്റെ അടുത്തേക്കും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവിടെ എന്തുണ്ട്? ദാരിദ്ര്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവർക്ക് ജീവിക്കാൻ അവരുടെ ആകുലതകൾ, പേടി, ഭയം, ഈ സാധനങ്ങളൊക്കെ ഭീകരമായിട്ടുണ്ടാവുമ്പോഴാണ് ആരെ ആശ്രയിക്കുന്നത്? അവർ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ പറയുന്ന പോലെ ഉള്ള ഇപ്പോൾ UP പോലുള്ള ഒരു സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഒരു ഒരു വലിയൊരു സമയം അവർ ചെലവഴിക്കുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഈ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അതിഭീകരമായി നിഷേധിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം എനിക്ക് കാണാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇതിന് പരിഹാരം തേടിയിട്ട് അവർ ഇങ്ങോട്ട് പോകുന്നത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. കാരണം അവർക്ക് വേറെ സാധ്യതയില്ല. അവർക്ക് നിലമുണ്ടെങ്കിൽ, അവിടെ അവർക്ക് അധ്വാനിക്കാനുള്ള നിലവും സാഹചര്യവും ഉണ്ടെങ്കിൽ, കൂലി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല, വയലിലേക്ക് പോയാൽ മതി. അല്ല, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. അമിതമായി ഈ പറയുന്ന പോലെ ഭക്തിയിലേക്കും മറ്റു കാര്യങ്ങൾ ദൈവത്തിലേക്കും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു ഭയം തന്നെയാണ് അവരെ അതിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനത് രാജസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അത്ര കൂലിയും ചോദിച്ചു. സ്ത്രീകൾക്ക് 400 രൂപയാണ് കൂലി. ഇവിടെ സ്ത്രീകൾക്ക് എത്രയാണ് കൂലി? 800 രൂപയാണ്. പുരുഷന്മാർക്ക് 500 രൂപയോ 600 രൂപയാണ് പുരുഷന്മാർക്ക് കൂലി. 500-600 ആണ് കൂലി. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ഇവിടെ എത്രയാണ് കൂലിയെന്ന്. അപ്പോൾ 350-400 രൂപയാണ് ഒരു ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കിട്ടുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ പുരുഷന്മാർക്ക് കിട്ടുന്നത് 550-600 രൂപ കൂലിയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ 1200 വരെ കൂലിയുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ 800 രൂപ കൂലിയുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇരട്ടി കൂലിയാണ്. അവർക്ക് ദുബായ് പോലെയാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അന്തരം മനസ്സിലാക്കണം. ഇപ്പോഴും ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വലിയ റൂറൽ ഏരിയകളിൽ ഒരിക്കലും ഈ പറയുന്ന പോലെ ജന്മിത്വത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് കൂടുതലൊന്നും അവരുടെ സാമ്പത്തിക സ്ഥിതിയോ അവരുടെ ജീവിത നിലവാരങ്ങളോ ഒന്നും മാറിയിട്ടില്ല.